സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യ വിഹിന്ദ്രാദിമൃഗ്യാ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മാറിങ്കലും ചേർന്ന് 51 ഒത്തുവാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലം അചലം സർവദാ സാക്ഷിഭൂതം ഭാവ അതീതം ത്രിഗുണരഹിതം സൽഗുരത്വം നമാമി. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ മക്കൾക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഭഗവത്കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും പുതുവർഷ ആശംസകൾ. എല്ലാവർക്കും എല്ലാ ഭക്തമക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു. നമുക്ക് ബിന്ദു മോഹൻ, രാധ, നിർമ്മല പവിത്രൻ, ജയ അനിൽ, ജഗദമ്മ, രുക്മിണി മോഹൻ, വിലാസിനി വലിയപറമ്പിൽ, ശ്രീല, നിർമ്മല രമേഷ്, പ്രസന്ന, ബിന്ദു സുരേന്ദ്രൻ, ബിജി ബിജു, സ്മിത. ഇനി മക്കളുണ്ടോയെന്ന് അറിയില്ല. ഇത്രയും ഞാൻ എഴുതി വെച്ചുള്ളൂ. ഇടയ്ക്കൊക്കെ വേറെ ഇന്നലെ നേരത്തെ ഇട്ടതിൻ്റെയൊക്കെ മക്കൾ ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് വായിച്ചതിൻ്റെ കമൻസ് വരും. പക്ഷെ അതെനിക്ക് അത് എടുക്കാൻ പാടാണ്. നോക്കും പിന്നെ കാണത്തില്ല. അല്ലെങ്കിൽ അന്നേരം തന്നെ പേനയും എടുത്തുകൊണ്ടിരിക്കണം ഞാൻ എഴുതാൻ. അതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേറെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ചിലപ്പം എനിക്ക് കിട്ടാതെ പോകും. അതിൽ വിഷമിക്കരുത്. എല്ലാവർക്കും ആരെല്ലാം ഉണ്ടോ ഈ ലോകത്ത് അങ്ങനെയല്ലേ, എല്ലാം നമ്മുടെ ഭഗവാന്റെ പൈതങ്ങളല്ലയോ, ദൈവമക്കളല്ലയോ. ആരും പക്ഷാഭേദം ഇല്ലല്ലോ. എല്ലാവർക്കും സുഖമാണ്. എല്ലാവരും ഒന്നുപോലെ ജീവിക്കണം. ആർക്കും നന്മയല്ലാതെ മറ്റൊന്നും നമുക്ക് ചിന്തിച്ചുകൂടാ. മനസ്സാ വാചാ കർമ്മണ എല്ലാവരും നന്മ വിത്ത് വിതയ്ക്കുക. നന്മ തന്നെ എല്ലാവർക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാമം ചൊല്ലാം. ഓംകാരനാഥ നമസ്തേ നമോ നമഃ. സച്ചിദാനന്ദമൂർത്തേ നമോ നമഃ. സർവവിശ്വൈക നാഥ നമോ നമഃ. കാത്തുകൊള്ളണേ. ഓംകാരനാഥ നമസ്തേ നമോ നമഃ. സച്ചിദാനന്ദമൂർത്തേ നമോ നമഃ. സർവവിശ്വൈകനാഥ നമോ നമഃ. കാത്തുകൊള്ളണേ. പാരിതിൽ അങ്ങു തന്നെയാണാശ്രയം, മറ്റാരും ഗതിയില്ല മഹേശ്വര. ഭൂതലത്തിൽ മരുവും കാലത്തോളം കാത്തുകൊള്ളണേ. എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ. ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും. സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു പോകല്ലേ ദൈവമേ. ആനന്ദ സ്വരൂപ നിന്നുടെ മക്കൾ ആനന്ദ കുട്ടികൾ. ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ. ആനന്ദം പരമാനന്ദമീശ്വര. സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു. സഹസ്രകോടി പ്രണാമം. അനുഗ്രഹം നൽകണേ വിശ്വൈകനാഥ. വാഴ്ത്തി സ്തുതിക്കുന്നു ഞങ്ങൾ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ആരോമലുണ്ണിയായി വന്നു പിറന്നൊരു ലോകൈകനാഥനെ വന്ദിക്കുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇല്ലത്തെ ദുഃഖങ്ങൾ തീർത്തിട്ടു ഞങ്ങളെ ഉണ്മയിലേക്കു നടത്തിടണേ.
കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഈ ലോകമോഹങ്ങൾ ദൂരവേ നീക്കിട്ടു ശാന്തിയിലേക്കു നയിച്ചിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഉണ്ടെന്നുള്ളൊരഹമ്മതി കൂടാതെ താഴ്മയിൽ എന്നെ നടത്തിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഊമയായി എന്നെ നടത്തല്ലേ ദൈവമേ, നാമം ജപിക്കുവാൻ ശക്തി തരൂ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. എത്രയോ ജന്മങ്ങൾ ജനിച്ചു മരിച്ചെന്നതൊട്ടുമേ അറിവെനിക്കില്ലയല്ലോ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഏതായാലും ഭക്ത്യാ പാഠം ഞാൻ ചെയ്യുന്നു ഈ ജന്മസുഹൃതം കൈവരിക്കാൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഐഹിക മോഹങ്ങൾ ഉള്ളിൽ കടക്കാതെ ജ്ഞാനോദയമുള്ളിൽ ഉറച്ചിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഒന്നുകൊണ്ടും ഒരു ദ്രോഹവും ആരോടും ചെയ്യാതെ എന്നെ നടത്തിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഓർമ്മശക്തിയും കൃത്യനിഷ്ഠ ജപം ശ്രദ്ധയും വേണം അന്ത്യം വരെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഔവണ്ണമായുള്ള ജീവിത രീതിയിൽ ചൊവ്വോടെ എന്നെ നടത്തിടണേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അംബുജലോചന കാരുണ്യവാരിധേ സന്തതം നിൻ പാദം വന്ദിക്കുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അമ്മയും അച്ഛനും അങ്ങു തന്നാണെന്നതുണ്മയായുള്ളിൽ ഓർമ്മ വേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. എല്ലാവർക്കും നമസ്കാരം. മക്കളെ, ഇന്നലെ നമ്മൾ ഭാഗവതം വായിച്ചത് ബ്രഹ്മാവിൻ്റെ സ്തുതികളാണ്. ഭഗവാനോട്, അതാ പിതാവാണല്ലോ, ബ്രഹ്മാവ് മകനാണല്ലോ, ഭഗവാന്റെ നാഭിയിൽ പത്മത്തിൽ ജനിച്ചതല്ലേ. അപ്പോൾ പിതാവാണ് പരമാത്മാവായ നാരായണൻ. അപ്പോൾ അദ്ദേഹം അല്പം അഹങ്കാരം കാണിച്ചതിൻ്റെ പേരിൽ ഭഗവാൻ പരീക്ഷ അദ്ദേഹത്തിന് തിരിച്ചടിച്ചു. അപ്പോൾ അദ്ദേഹം അത്രത്തോളം ബ്രഹ്മാവ് സ്തുതിക്കുകയാണ് ഭഗവാനെ. അത് കഴിഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുവാണ്. എനിക്കും അത് എനിക്ക് അറിയാം, ഉള്ളിലറിയാം. പക്ഷേ എനിക്ക് ഇത് വായിച്ച് മനസ്സിലാക്കി അർത്ഥം പറയാനുള്ള കഴിവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനത് പതുക്കെ പറഞ്ഞു തരാം. നമ്മുടെ അനുഭവം വെച്ചല്ലേ പറയാൻ പറ്റൂ. അതായത് ഭക്തി ഉണ്ടായാൽ വിദ്യാഭ്യാസം ഇല്ലെന്നാകിലും മുക്തിയെ സിദ്ധിപ്പതിന് ഇത്രയും എളുതല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ടതാണ്. ഞാൻ എടുത്തൊന്നുകൂടെ പറഞ്ഞു തരുന്നത്. ഇന്നലെ ഞാനത് പറഞ്ഞതാണെങ്കിലും ഒന്നും കൂടി. എന്നാൽ നമുക്ക് ഭക്തിയാണ് ആവശ്യം. ഭക്തി ഉണ്ടായാൽ വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഭഗവാന്റെ പ്രസാദം നമുക്ക് കിട്ടും. മോക്ഷത്തിലും
ഇടപെടാം. കാരണം വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഫലവും ഇല്ല. എങ്ങനെ വിദ്യാഭ്യാസം നമുക്ക് അറിയാം എന്നുള്ളതേ ഉള്ളൂ. ഭഗവാനായിട്ട് ചേരണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഭക്തി ഉണ്ടെങ്കിലല്ലേ ഭഗവാനുമായിട്ട് ലയിക്കാൻ പറ്റൂ. ഭഗവാനായിട്ട് ലയിച്ചെങ്കിലല്ലേ ഭഗവാന്റെ കാരുണ്യം നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഈ വേദപുരാണങ്ങളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഭക്തി ഇല്ലാതെ അതൊക്കെ ഒരുപാട് അറിഞ്ഞ് പഠിച്ച് അർത്ഥമൊക്കെ മനസ്സിലാക്കി അത് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പഠിച്ചാൽ എന്താ ഫലം? നമുക്ക് കുറച്ച് അറിയാം, അത്രയേ ഉള്ളൂ. പക്ഷേ എന്താ, ഭഗവാനിൽ നിന്നും നമുക്ക് കൃപയോ ആ ഭഗവാന്റെ സ്നേഹമോ നമ്മളെ അത്രത്തോളം വാത്സല്യം ഒരു ഭക്തനെന്ന നിലയിൽ ഭക്തനിലും ഭക്തനും ഭഗവാനിലും ആണല്ലോ. അങ്ങനെ വരണമെങ്കിൽ നമുക്ക് ഭക്തിയാണ് വേണ്ടുന്നത്. അതുകൊണ്ട് ഭക്തി ഉണ്ടായാൽ വിദ്യാഭ്യാസം ഇല്ലെന്നാകിലും മുക്തിയെ സിദ്ധിപ്പതിന് എത്ര എളുതല്ലോ. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ? ഭക്തിയാണ് വേണ്ടുന്നത്, വിദ്യാഭ്യാസം വേണ്ടെന്നല്ല. പക്ഷേ ഈ ആത്മീയമായ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഭഗവാനിൽ അത്രമാത്രം ഭക്തി ഉണ്ടെങ്കിലേ എന്തുകൊണ്ടും ഫലമുള്ളൂ എന്നാണ്. ഭക്തി ഇല്ലാതെ എത്രമാത്രം വേദം പഠിച്ചാലും അതിന് യാതൊരു ഫലവും ഭഗവാനോട്ടില്ല. ഈശ്വരൻ്റെ നിന്ന് ഫലം നമുക്ക് കിട്ടണമെങ്കിൽ ഭഗവാനോടുള്ള ചേർച്ച, ഒരു യോഗിയായി ഭഗവാനിൽ നിന്നുള്ള ചിന്തയിൽ ഭക്തിയിൽ നമ്മൾ മുഴുകി അതിൽ രമിക്കുക, ആനന്ദിക്കുക. അപ്പോഴാണ് അവിടുന്ന് കൃപ വരുന്നതും ഭഗവാനോടുള്ള സ്നേഹവും എല്ലാം ഉണ്ടാകുന്ന. അങ്ങനെയാണ് പ്രേമമാകുന്ന ഭക്തിയാണ്, സ്നേഹമാകുന്ന ഭക്തിയാണ് ഭഗവാൻ ആവശ്യം. അത് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു തരുന്നതെന്ന് വായിച്ചില്ലെങ്കിലും അർത്ഥം ഒന്ന് മനസ്സിലാക്കട്ടെന്ന് ഓർത്ത് പറഞ്ഞു. അതുകൊണ്ട് അപ്പോൾ മുക്തിയെ സിദ്ധിക്കണമെങ്കിൽ എളുപ്പം എന്താണ്? ഭക്തിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഭാഗവത പാരായണങ്ങളോ. പക്ഷേ നമുക്ക് ഭക്തി വർദ്ധിക്കാൻ ഇതൊക്കെ വേണം. ഇതിൽ കിടക്കുന്ന കാര്യങ്ങൾ, കാരണം വേദവ്യാസ മഹാമുനി നമുക്ക് ഭക്തി ഉണ്ടാകാനുള്ള ചരിത്രങ്ങളായി തന്നേക്കുന്നത്. അപ്പോൾ ഇത് വായിച്ച് അർത്ഥം മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് ഭക്തി വർദ്ധിക്കും. അറിയാൻ വയ്യാത്തൊരു സജ്ജന സംസർഗം കൊണ്ട് അറിവുള്ളവരടുത്ത് പോയിരുന്ന് കേൾക്കണം. ഇത് വായിച്ച് മനസ്സിലാക്കാൻ അറിയാത്തതുകൊണ്ട്. അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് വായിച്ചാൽ മതി, ഭക്തി വർദ്ധിക്കും. അല്ല, ഭക്തി ഇല്ലാതെ വായിച്ച് പറഞ്ഞിട്ടോ അത് പ്രവൃത്തിയിൽ ഇത് പഠിച്ചു വച്ചിട്ടോ കാര്യമില്ല. ഭക്തി നമുക്ക് വർദ്ധിക്കണമെങ്കിൽ അത് ഉൾക്കൊണ്ട് അയ്യോ ഭഗവാനേ ഇങ്ങനെയാണല്ലോ എന്നെല്ലാം നമ്മൾ ചിന്തിച്ച് അത്രമാത്രം ബാഷ്പം, അതായത് കണ്ണുനീര് ഒഴുകി ഭഗവാനുള്ള ചേർന്നുള്ള ഒരു സ്നേഹമാകുന്നൊരു ഭക്തി വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഈശ്വര കൃപ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. ഭക്തി യുക്തന് വിദ്യാഭ്യാസം ഉണ്ടാകിൽ ആദി വ്യക്തി അവൻ്റെ ഭക്തിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഭക്തി യുക്തന്, ഭക്തി ഉള്ളവന് വിദ്യാഭ്യാസം ഉണ്ടാകിൽ ആദ്യ വ്യക്തി ഉണ്ട് അവൻ്റെ ഭക്തിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് അത് അറിവും വരും, ഭഗവാനിൽ ഭക്തിയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ആവശ്യം, ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് കുറേ അറിയാം. പക്ഷേ ഭഗവാൻ എന്താ വേണ്ടേ? ഭക്തിയാണ്. ഭക്തി ഇല്ലാതെ വിദ്യാജ്ഞാനങ്ങൾ കൊണ്ടോ, ഭക്തി ഇല്ലാതെ കൊണ്ട് ഈ പാഠങ്ങൾ പഠിച്ചാൽ എന്ത് വരും? ഭക്തി ഇല്ലാതെ വിദ്യാജ്ഞാനങ്ങൾ കൊണ്ട് ചെറുത് ഉത്തമന്മാർക്ക് പരിവ്യക്തി ഉണ്ടാകുന്നില്ല. അപ്പോൾ ഭക്തിയും കൂടെ ഇല്ലാതെയും ഭക്തി ഇല്ലാതെ വിദ്യാജ്ഞാനങ്ങൾ കൊണ്ടും, അപ്പം വിദ്യയും അത് അറിവ് കൊണ്ടും എന്ത് വരും? ഭക്തി ഇല്ലാഞ്ഞാൽ ഉത്തമന്മാർക്ക് പരിവ്യക്തി ഉണ്ടാകുന്നില്ല. ഭക്തി യുക്തന്മാരായുള്ളത് ഉത്തമ യോഗീന്ദ്രന്മാർ. ഭക്തിയുള്ള ഉത്തമന്മാരായിരിക്കുന്ന യോഗീന്ദ്രന്മാർ അത് ഭക്തിയിൽ ഭഗവാനിൽ യോഗം വരിക, യോഗിയായി തീരുക. അങ്ങനെ ഉത്തമന്മാരായിരിക്കുന്നവർക്ക് ഭക്തി സിദ്ധിച്ചാൽ വിദ്യാജ്ഞാനങ്ങൾ ഇല്ലെങ്കിലും കുറഞ്ഞാലും ഭക്തിയുള്ളവർ അമലാന്തരാത്മാക്കളാകിലോ ഉത്തമ മുക്തി അവർക്ക് എത്തിയിടും അസന്നിഗ്ധം. എന്ന് വെച്ചാൽ ഭക്തി യുക്തന്മാരുള്ള ഉത്തമ യോഗേന്ദ്രന്മാരുണ്ട്, അറിവില്ലെങ്കിലും വിദ്യാജ്ഞാനങ്ങൾ കുറകിലും. എന്നുവെച്ചാൽ ഈ ഭാഗത്തെ പറ്റി ഒന്നും ഒരറിവും ഇല്ലെന്ന് കൂട്ടിക്കോ. പക്ഷേ ആ മനുഷ്യന് ഭക്തി കൊണ്ട് പിന്നെന്താ ഉള്ളേ? അമലാന്തരാത്മാക്കൾ. അന്തരംഗത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധമായിരിക്കുന്നൊരു ഹൃദയം, അങ്ങനെ ഉള്ളവർക്ക് ഉത്തമ മുക്തി അവർക്ക് എത്തിയിടും അസന്നിഗ്ധം. ഒരു വിഷമവും കൂടാതെ മുക്തി ഉണ്ടാകും. നമ്മുടെ ഉള്ളം പരിശുദ്ധമാകണം. അതാണ് പിന്നെ ഭക്തി ഉള്ളവർ അമലാന്തരാത്മാക്കളാകിൽ, അന്തരാത്മാക്കൾ നമ്മുടെ ഉള്ളം പരിശുദ്ധമാകുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഭക്തി ഉള്ളവരുമായിരിക്കണം. ഹൃദയശുദ്ധിയുള്ളവരാണെങ്കിൽ ഭക്തി കൊണ്ട് വിദ്യാജ്ഞാനങ്ങൾ ഇല്ലെങ്കിലും കുറഞ്ഞാലും അറിവില്ലെങ്കിലും ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഭക്തി കൊണ്ട് പിന്നെയോ അമലാന്തരാത്മാക്കൾ, അമലം താമര പോലത്തെ അത്രമാത്രം ശുദ്ധമായിരുന്ന നമ്മുടെ ഹൃദയം, പരിശുദ്ധമായ ഹൃദയം അന്തരാത്മാക്കളാകിൽ ഉത്തമ മുക്തി, നല്ല ഉത്തമമായിരിക്കുന്ന മുക്തി ഭഗവാനിൽ നിന്ന് നമുക്ക് എത്തിയിടും അസന്നിഗ്ധം. നമ്മളെ അങ്ങനെ മാറ്റി തീർക്കും. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണ്? ഭക്തിയാണ്. അറിവ് വേണ്ടെന്നല്ല, അറിവ് കൂടെ ഉണ്ടെങ്കിൽ എന്ത് വരും? ഒത്തിരിയൂടെ ശോഭയുണ്ടാകും.
അറിഞ്ഞും കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈശ്വരൻ നമ്മളിൽ തന്നെയാണ്, നാം തന്നെയാണ് നമ്മൾ. അതാണ് പാഠം. അതൊന്നും അറിയാത്തവർക്കാണെങ്കിൽ പോലും ഈശ്വരനോട് ഭക്തിയും നമ്മുടെ ഹൃദയശുദ്ധിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു സംശയമില്ല, ഉത്തമ മുക്തി ഉത്തമന്മാർക്ക് അങ്ങനെ വന്നു ചേരും. ഭക്തിയിൽ പരമൊരു സിദ്ധിയില്ല. അപ്പോൾ ഭക്തി ഉണ്ടെങ്കിൽ അതിൽപ്പരൊരു സിദ്ധി വേറെ വേണ്ട. അതാണ്, അത്രമാത്രമാണ് ഭഗവാനോട് നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പരം വേറെ ഒന്നും തന്നെ വേണ്ട. കാരണം ഭക്തിയിൽ പരം ഒരു സിദ്ധിയില്ല. ഏതും തവ വ്യക്തയാം മഹാമായാ പ്രാഭവത്തിങ്കലുള്ള സത്വമാ ഗുണത്തിങ്കിൽ നിന്നുണർന്നുളവായ വിദ്യാവേദ്യയാൽ അറിയാവല്ലെന്നറിഞ്ഞിടാം. അതായത് മഹാമായ പ്രാഭവത്തിങ്കൽ, മഹാമായ ഭഗവാന്റെ വിഷ്ണുമായ, അത് ഗുണങ്ങളുണ്ട്, ത്രിഗുണങ്ങളുണ്ട്. അതിൽ സാത്വിക ഗുണമാണല്ലോ നല്ല ഗുണം. ഭഗവാന്റെ വിഷ്ണു സാത്വികനാണ്. വിഷ്ണുവിൻ്റെ രാജസം ബ്രഹ്മാവിനും തമോ ഗുണം പരമശിവനും, സാത്വികനാണ് മഹാവിഷ്ണു നാരായണൻ. അപ്പോൾ ഭക്തിയിൽ പരമൊരു സിദ്ധിയില്ലേതും തവ ഭഗവാന്റെ വ്യക്തയാം മഹാമായാ പ്രാഭവത്തിങ്കലുള്ള. അപ്പോൾ ഇവിടെ പിന്നെ പരമാത്മാവ് നിർഗുണനാണ്. ഈ ഗുണങ്ങൾ സാത്വികമോ രാജസമോ പിന്നെ തമോ ഗുണം ഒന്നും തന്നെ പരമാത്മാവിനില്ല. പിന്നെ ആർക്കാ ഉള്ളത്? മഹാമായ ഭഗവാന്റെ ഈ പ്രപഞ്ചത്തിലെ പ്രകൃതി മഹാമായയ്ക്കാണ് ഗുണങ്ങളുള്ളത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം പ്രകൃതിയാണ്. ഈ പ്രകൃതിയിൽ നിന്നുണ്ടായി നമ്മളെല്ലാം പ്രകൃതിയുടെ ഓരോ അംശങ്ങളാണ്. അപ്പം നമുക്കൊക്കെയാണ് സാത്വിക രാജസ താമസ ഗുണങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ വ്യക്തയാ മഹാമായ പ്രാഭവത്തിങ്കലുള്ള സത്വമാ ഗുണത്തിങ്കൽ. അപ്പോൾ ഈ 3 ഗുണങ്ങളിൽ നിന്ന് സാത്വിക ഗുണമാണ് നല്ലത്. ആ സത്വമാ ഗുണത്തിങ്കൽ നിന്ന് ഉണർന്നുളവായ വിദ്യ. അപ്പോൾ ആ സാത്വിക ഗുണത്തിൽ നിന്നെല്ലാം നമുക്ക് വിദ്യ കിട്ടിയാൽ, നന്മയുള്ള വിദ്യ, അതായത് സാത്വികമായ ഗുണങ്ങൾ, അതിൽ നിന്ന് ഉളവായ വിദ്യാവേദ്യ കൊണ്ടൊന്നും അറിയാൻ പറ്റുകയില്ല. ആരെ? പരമാത്മാവിനെ. വിദ്യാവേദ്യയാൽ അറിയാൻ പറ്റുകയില്ല ഭഗവാന്റെ മഹിമ. അത് ആര് പറയുന്നു? ബ്രഹ്മാവ് ഭഗവാൻ പരീക്ഷിച്ച് ഓടി തകർത്ത് ഒറ്റയ്ക്കായി ഭഗവാനെ സ്തുതിച്ച് അതിൻ്റെ ബാക്കി അദ്ദേഹം തന്നെ പറയുവാണ്. ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോയി, ഞാൻ അവിടുത്തെ മകനാണ്, അവിടുന്ന് ദയവോടുകൂടി ഞാനവിടുത്തെ മകനെന്ന് കരുതി എന്നെ രക്ഷിക്കണമേ, ദയാനിധേ, എൻ്റെ വിഷമങ്ങളെല്ലാം മാറ്റണമേ, ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ ക്ഷമിക്കണമേ. ഇത് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുവാണ്. നമുക്ക് പഠിക്കാൻ വേണ്ടിയാണിത്. അപ്പോൾ സത്വമാം ഗുണത്തിങ്കൽ നിന്ന് ഉണർന്നുളവായ വിദ്യ. അപ്പോൾ എന്താണ് അതിലുണ്ടാകുന്ന വിദ്യ? നന്മ. ഈ ഈശ്വരങ്ങളിലേക്ക് അടുക്കുന്ന ഈ ലോക ചിന്തയിലുള്ള ഗുണമല്ല, നന്മയുള്ള ഈ ഭഗവാനിലേക്ക് അടുക്കുന്ന സജ്ജനങ്ങളൊക്കെ എന്താ നന്മകൾ ചെയ്യുന്നത്? സൽപ്രവർത്തികൾ. അതാണ് സാത്വികം. അങ്ങനെയുള്ള അറിവിൽ നിന്നും നമുക്ക് കിട്ടത്തില്ല. എന്താണ്? ഈശ്വരൻ്റെ മഹിമ അറിയാൻ ആരാലും സാധ്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത്, എൻ്റെ വിചാരം. അപ്പോൾ സത്വമാ ഗുണത്തിങ്കൽ നിന്നുണർന്നുളവായ, അപ്പോൾ അങ്ങനെയുള്ള ഗുണത്തിൽ നിന്ന് എന്താ ഉണ്ടാവുന്നത്? വിദ്യ, ആത്മീയമായ വിദ്യ. അതുകൊണ്ടൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആരെയാ? പരമാത്മാവിനെ, ഈശ്വരനെ. കാരണം എന്താ? ഈശ്വരൻ ഗുണത്തിന് അതീതനാണ്, നിഷ്കള പരബ്രഹ്മ വസ്തുവാണ്. അതിന് ഏറ്റക്കുറച്ചിലൊന്നുമില്ല. അത് ഉണ്മയാണ്, സത്യമാണ്. അതിന് നന്മ തിന്മ എന്നുള്ള ഒന്നും തന്നെ അതിനില്ല. അത് ഏറ്റക്കുറച്ചിലില്ല. അത് നിത്യമുള്ളതാണ്, അത് ഉണ്മയാണ്, സത്യമാണ്. അതുകൊണ്ട് അവിടെ അതിന് സാത്വികമെന്നോ രാജസമെന്നോ തമോ ഗുണോ ഒന്നും തന്നെ ഇല്ലാത്ത അതൊക്കെ മേലെയുള്ള നിർഗുണമൂർത്തിയാണ് പരബ്രഹ്മ വസ്തു. അതുകൊണ്ട് അതിൻ്റെ മഹിമ, ആ ഉണ്മ, ആ സത്യത്തെ അറിയാൻ ആരാലും സാധ്യമല്ല. ഈ സാത്വിക ഗുണങ്ങൾ കൊണ്ടൊന്നും നമുക്ക് അറിയാൻ പറ്റുകയില്ല. നമുക്ക് ഏറിയാൽ ഇവിടെ ഭൂമിയിൽ പ്രകൃതിയിൽ നമുക്ക് എന്താ ഉള്ളത്? 3 ഗുണങ്ങളാണ്. സത്വഗുണവും തമോ ഗുണവും രാജസ ഗുണവും ഉണ്ട്. അതിൽ ഭക്തന്മാരെല്ലാം സാത്വിക ഗുണമാണ് എടുത്തേക്കുന്നത്. ഈ ഒരു സാത്വിക ഗുണം കൊണ്ടൊന്നും അറിവ് നേടിയൊന്നും നമുക്ക് ഭഗവാന്റെ മഹിമ ആരാലും അറിയാൻ സാധ്യമല്ല. ബ്രഹ്മാവിനിപ്പോൾ മനസ്സിലായി. കാരണം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വിഷ്ണു രൂപമായി മാറി. ആരെക്കൊണ്ട് സാധിക്കും? പിന്നെ എന്തൊക്കെ കാണാൻ വീണ്ടും വീണ്ടും ഉണ്ട്. അദ്ദേഹത്തെ അത്രേ കാണിച്ചുള്ളൂ. പക്ഷെ അപ്പോൾ തന്നെ അദ്ദേഹം മനസ്സിലാക്കി, ഈ ഭഗവാന്റെ മഹിമ ആരാലും സാധ്യമല്ല. ഒരല്പം പോലും, ഒരു മുന പോലും ബ്രഹ്മാവിനില്ല. നമ്മൾ വായിച്ചല്ലോ, ഒരു മിന്നാമിനുങ്ങ് ഈ പകല് സൂര്യൻ്റെ പ്രകാശത്തിൽ ഒരു മിന്നാമിനുങ്ങ് എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ ബ്രഹ്മാവ്. അതുതന്നെ കുറ്റാക്കുറ്റി ഇരുട്ടാണ്. ലോകം മൊത്തവും ഇരുട്ടാണെങ്കിൽ, രാത്രി ഇരുട്ടാണെങ്കിൽ ഒരു മഞ്ഞിൻ്റെ ഒരു മറവ് എത്ര കാണും? ഇരുട്ടിൻ്റെ അറ്റത്ത് വല്ലതും പറ്റാനുണ്ടോ? ആ ഇരുട്ടിൻ്റെ മുകളിൽ ഒരു മഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ ആ പുക നമ്മൾ അറിയൂ? ഇല്ല.
അതുപോലെയുള്ള ബ്രഹ്മാവിന്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അഹങ്കാരം മാറ്റാൻ ഭഗവാൻ ഇതൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഭഗവാന്റെ മഹിമ, പരമാത്മാവായ നാരായണൻ്റെ മഹിമ അറിയാൻ ആരാലും സാധ്യമല്ല. സാധ്യ ഗുണം കൊണ്ടോ അതിൽ നിന്നുള്ള വിദ്യ കൊണ്ടോ പഠിച്ചതുകൊണ്ടോ ഒന്നുകൊണ്ടും ഭഗവാന്റെ മഹിമ അറിയാൻ പറ്റുകയില്ല. അതുകൊണ്ട് വിദ്യാവേദ്യയാൽ അറിയാമല്ല എന്നറിഞ്ഞിടാം. നിൻ മഹിമകൾ ഗുണരഹിതത്തിങ്കലുള്ള ഉണ്മ പാർത്തറിയരുത് ആർക്കും ആരാലും ചെമ്മി. അപ്പോൾ ഭഗവാന്റെ മഹിമകൾ, പരമാത്മാവായ ഭഗവാൻ നാരായണൻ്റെ മഹിമ ഗുണരഹിതത്തിങ്കലുള്ള, ഗുണരഹിതം ത്രിഗുണങ്ങളാണ് സാത്വിക രാജസ താമസ. ഈ ഗുണത്തിൻ്റെ രഹിതം ഇതിലൊന്നും തന്നെ ഉണ്മ പാർത്താൽ, ഭഗവാന്റെ ആ സത്യമായിരിക്കുന്ന ഉണ്മ അത് ഓർത്താലോ അത് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ ആരാലും സാധ്യമല്ല. സത്യം, ഭഗവാന്റെ ആ സത്യമായിരിക്കുന്ന ആ ഉണ്മയെ തിരിച്ചറിയാൻ അത് ലോകത്ത് ആർക്കും തന്നെ സാധ്യമല്ലെന്ന് ബ്രഹ്മാവോടെ പറയുന്നു. അപ്പോൾ അദ്ദേഹം അഹങ്കരിച്ചെങ്കിൽ എന്താ, നമുക്കൂടെ പഠിക്കാൻ കിട്ടി. അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഉഴന്ന് നിലവിളിച്ച് ആരോരും ഇല്ലാതെ ഒറ്റയ്ക്ക് പോയി ദുഃഖപ്പെട്ട് ഭഗവാന്റെ പാദത്തിൽ വന്ന് വീണ് ആ ബ്രഹ്മസ്തുതി നമ്മൾ വായിച്ചു. അപ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി പറയുവാണ്. ഒരിക്കലും ഭഗവാൻ പിതാവായ ദൈവത്തിൻ്റെ മഹിമ അറിയാൻ ആ ഉണ്മ, അത് എന്താ ഉണ്മ? ജ്യോതിസാണ്, അത് സത്യമാണ്, അത് നിത്യമാണ്, അതിന് നാശമില്ലാത്തതാണ്. അതിനെ തിരിച്ചറിയാൻ ആരാലും സാധ്യമല്ല. കൽമഷരഹിതന്മാർ തൻ മനക്കാമ്പിൽ തവ ചിന്മയ ആനന്ദരമ്യത്തിങ്കിലാകിലേ വരൂ. കൽമഷരഹിതന്മാർ, അതായത് കൽമഷം, അഹങ്കാരം, പാപം ഇതൊക്കെ ഇല്ലാത്തവർ, ശുദ്ധന്മാർ, കൽമഷരഹിതന്മാർ, കൽമഷം ഇല്ലാത്തവർ, നന്മയുള്ളവർ, നല്ല ഹൃദയമുള്ളവർ, തന്മനക്കാമ്പിൽ അവരുടെ ഉള്ളത്തിൽ തവ ഭഗവാന്റെ ചിന്മയ ആനന്ദ രമ്യത്തിങ്കലാകിലേ വരൂ. അപ്പോൾ എന്താ, ഒരു ഭക്തൻ ആത്മാവിൽ രമിക്കുക എങ്ങനെയാ? ചിന്മയ ആനന്ദ രമ്യത്തിങ്കൽ. ആനന്ദമാണ് ഈശ്വരൻ, ആ പരബ്രഹ്മമൂർത്തി പരമാത്മാവ് ആനന്ദമാണ്, ചിന്മയൻ. അങ്ങനെ രമിക്കാൻ ഒരു ഭക്തന് എങ്ങനെയാ? കൽമഷരഹിതന്മാരായിരിക്കണം, ഒരു കറയില്ലാത്ത ഹൃദയമായിരിക്കണം, കളങ്കമില്ലാത്തവൻ. കൽമഷം, കളങ്കം, അത് കറ അല്ലെങ്കിൽ അഴുക്ക് അല്ലെങ്കിൽ പാപം, ഇതൊന്നും ഇല്ലാത്ത തന്മനക്കാമ്പിൽ അങ്ങനെ ഉള്ളവരുടെ ഉള്ളത്തിൽ ഭഗവാന്റെ ചിന്മയ ആനന്ദ രമ്യത്തിങ്കിലേ വരൂ. രമിക്കാൻ, നമുക്ക് ആനന്ദിക്കാൻ, ഭഗവാനായിട്ട് ചേരാൻ. ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരുന്നത് നമുക്കിത് ഒത്തിരി മനസ്സിലാക്കാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ വായിക്കാതെ ഇത് പറഞ്ഞു തരുക. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യൻ അറിയേണ്ട ഒരു കാര്യമാണ്. അത് എനിക്കിങ്ങനെ പറഞ്ഞുതരാൻ ഇത്രയൊക്കെ ഒക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ തന്നെ ആകണമെന്ന്, എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുന്നു. ഇത് വേറൊരാൾ പറയുമ്പോൾ ഇതായിരിക്കണമെന്നില്ല, അവരുടെ അനുഭവം വെച്ചായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ അനുഭവം വെച്ച് ഞാൻ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അങ്ങനെ ഭഗവാൻ ചിന്മയനാണ്, ആനന്ദമാണ്. അത് രമിക്കുന്നത് ആരാണ്? കൽമഷരഹിതന്മാർ, ശുദ്ധ ഹൃദയം ഉള്ളവർ. അത് നമ്മുടെ ഉള്ളിൽ പരമാത്മാവിൽ നമ്മൾ രമിക്കണം. അതിന് എന്താ? നിർമ്മല സ്വയം ജ്യോതി ഉണ്മയിൽ. അപ്പം എന്താ ഈ രമിക്കാനുള്ള നമ്മുടെ ഉള്ളിൽ എന്താ ഉള്ളേ? നിർമ്മലമായ സ്വയം ജ്യോതിസാണ്. ഒരു അഴുക്കില്ലാത്ത ജ്യോതിസ്, തിളങ്ങുന്ന ജ്യോതിസാണ്, ഉണ്മയാണ്. അതിനകത്താണ് നമ്മൾ രമിക്കുന്നത്. അവിടെ ആളിൻ്റെ രൂപമോ ഒരു വ്യക്തിയോ അല്ലത്, അത് പരമാ ആനന്ദമാണത്, അത് ജ്യോതിസാണത്, അത് ഉണ്മയാണ്. അപ്പോൾ അങ്ങനെയുള്ള നിർമ്മല സ്വയം ജ്യോതിർ ഉണ്മയിൽ, അതാണ് നമ്മൾ രമിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ കൃഷ്ണൻ്റെ രൂപമോ കർത്താവിൻ്റെ രൂപമോ ഈ ഒരു രൂപത്തെ അല്ല ഇവിടെ ആ ചൈതന്യം, ആ പരമാത്മ ചൈതന്യം, ആ നിഷ്കള വസ്തു പരബ്രഹ്മത്തിൽ, അത് ഉണ്മ, അത് നമ്മൾ ജ്യോതിസ്, അതിൽ നമ്മൾ രമിക്കണമെങ്കിൽ എന്ത് വേണം? കൽമഷരഹിതനായിരിക്കണം, ഒരു കളങ്കമില്ലാത്ത ഹൃദയമുള്ളവരായിരിക്കണം. അങ്ങനെ ഉള്ളിൽ ഇങ്ങനെ രമിക്കാം. നിർമ്മല സ്വയം ജ്യോതിർ ഉണ്മയിൽ തവ പദ രമ്യവേലയ, രമിക്കുക. അങ്ങനെ ഭക്തന്മാർ ചിലർ ഊഹിക്കുന്നു എന്താ ഭഗവാന്റെ മഹിമ, എന്നിട്ടും അവിടെ അറിയുന്നില്ല. ബ്രഹ്മാവ് പറയുന്നു ചില ഭക്തന്മാരങ്ങനെ ഊഹിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഭഗവാനുമായിട്ട് രമിക്കാം, പക്ഷെ നമ്മൾ വല്ല മഹിമ അറിയുന്നുണ്ടോ? ഈശ്വരൻ്റെ മഹിമ അറിയാൻ ആരാലും സാധ്യമാണോ? നമുക്ക് ആനന്ദത്തെ ഒന്ന് രമിക്കാം. ഒരു ശുദ്ധ ഹൃദയമുള്ള ഒരു ഭക്തന് ഭഗവാനിൽ രമിക്കാൻ മാത്രമേ പറ്റൂ. പക്ഷേ ഇവിടെ ഒന്ന് ഊഹിക്കുന്നു, ഇങ്ങനെയെങ്കിലും പറ്റുന്നല്ലോ എന്നൊരു ഊഹം ഭക്തന്മാർക്കല്ലാതെ ത്വൻ മഹിമകളെന്നല്ലാതെ കണ്ടാരാലുമേ സന്മയാകൃതയെ ഗണിക്കാവതല്ല ഒരിക്കലും. എന്നുവെച്ചാൽ ഭഗവാന്റെ മഹിമ
ത്വന്മഹിമ, ഭഗവാന്റെ മഹിമകൾ എന്നല്ലാതെ കണ്ടാരാലുമേ. ഇതെല്ലാം ഭഗവാന്റെ ഒരു മഹിമ നമ്മളൊന്ന് ഊഹിച്ചെടുക്കുന്ന ഭഗവാൻ ആ ഉണ്മ നമ്മളെ ഹൃദയത്തിൽ, പരിശുദ്ധമായ ഹൃദയത്തിൽ നമ്മളൊന്ന് രമിച്ച് ഒരു യോഗിയായി ഭഗവാനിൽ ആനന്ദിച്ച് രമിച്ച് നമുക്ക് ഇരിക്കാമെന്നൊരു ഊഹം മാത്രമേ ഒരു ഭക്തനുള്ളൂ. പക്ഷേ ഭഗവാന്റെ മഹിമ വല്ലതും നമുക്കറിയാൻ പറ്റുമോ? ബ്രഹ്മാവിന് പോലും പറ്റുന്നില്ല, പിന്നെ നമുക്കെങ്ങനെ പറ്റും? അതുകൊണ്ട് ത്വന്മഹിമകളെന്നല്ലാതെ കണ്ട ആരാലുമേ സന്മയാകൃതയെ ഒരിക്കലും ഗണിക്കാൻ പറ്റുകയില്ല ഭഗവാന്റെ മഹിമ. എന്നാലോ ഭൂമിയിലുള്ള മണൽത്തരികൾ എണ്ണിക്കൂട്ടാം, വ്യോമനി നക്ഷത്രങ്ങൾ തമ്മിലും അതുപോലെ. നമുക്ക് ലോകത്ത് എന്താ മണൽ, എത്രമാത്രം ലോകത്ത് മണലുണ്ട്, പൂഴി മണൽ. ഭൂമിയിലുള്ള മണൽ തരികൾ എണ്ണിക്കൂട്ടാം, നമുക്ക് എണ്ണിപ്പറക്കി എടുത്ത് തീർക്കാം. അതുപോലെ തന്നെ വ്യോമനി, ആകാശത്ത് നക്ഷത്രങ്ങൾ തമ്മിലും അതുപോലെ തൂമയോടെണ്ണിക്കൂട്ടാം. അത് ഇവിടെ ബ്രഹ്മാവ് പറയുന്നു. ഇത് മഹാമുനി ശ്രീശുക മഹാമുനി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. ബ്രഹ്മാവിൻ്റെ അവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ ആയിത്തീരുന്നു, ഭഗവാനെ പ്രസാദിപ്പിക്കുന്നു. ഒന്നും അറിവില്ലാത്ത മൂഢനായ അന്ധനായ എന്നോട് കരുണ കാട്ടണമേ. ഇതൊക്കെയാണ് ഭഗവാന്റെ മഹിമ, ആരാലും സാധ്യമല്ല. ഇതൊക്കെ ഒരു ഭക്തന് ഒന്ന് രമിക്കാൻ, ഒരു യോഗിയായി തീരാൻ, അത് ചില ഭക്തന്മാരങ്ങനെ ഊഹിക്കുന്നതേ ഉള്ളൂ. അതും കറക്റ്റ് ആവണമെന്നില്ല. അത്ര പോലും നമുക്കാർക്കും ഒന്നും ഒരു മഹിമയും അറിയാൻ പറ്റുകയില്ല. അതാണ് ഇവിടെ തൂമയോട് എണ്ണിക്കൂട്ടാൻ. എന്താണ്? വ്യോമനി നക്ഷത്രങ്ങൾ, ആകാശത്തെ നക്ഷത്രങ്ങളെല്ലാം നമുക്ക് എണ്ണാം, ഭൂമിയിലെ മണൽ തരികൾ നമുക്ക് എണ്ണാം. പിന്നെ എന്താ ഒക്കാത്തത്? നിൻ മഹാമഹിമതൻ പ്രാമാണ്യങ്ങളെ ഗണിക്കാവതല്ല ആരാലുമേ. ഭഗവാന്റെ മഹിമയാകുന്ന പ്രാമാണ്യങ്ങളൊന്നും ആരാലും ഗണിക്കാൻ പറ്റുകയില്ല, ഒന്നും തിട്ടപ്പെടുത്താൻ പറ്റുകയില്ല. അത്രത്തോളാണ്. ഭൂമിയിലുള്ള സർവ്വ മണലും നമുക്ക് ബുദ്ധിമുട്ടിയിരുന്ന് എണ്ണി നമുക്ക് തിട്ടപ്പെടുത്തി വയ്ക്കാം. ആകാശത്തെ നക്ഷത്രങ്ങളും നമുക്ക് എണ്ണാം, അതൊക്കെ നമുക്ക് നിഷ്പ്രയാസം ചെയ്യാം. പക്ഷേ ഭഗവാന്റെ മഹിമ ഗണിക്കാൻ ആരാലും സാധ്യമല്ല. അതാണ് ഉദാഹരണം കൊടുത്തേക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം മക്കളെ നിങ്ങൾ ഭഗവാന്റെ മഹിമ എന്താണെന്ന്. ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? മണലെന്ന് പറയാൻ എന്താ? ഈ ലോകത്ത് കിടക്കുന്ന മണൽ മൊത്തം നമുക്ക് എണ്ണി എടുത്ത് പറക്കി വയ്ക്കാം, എണ്ണി കൂട്ടാം. ആകാശത്തെ നക്ഷത്രങ്ങൾ എണ്ണി പറക്കി വയ്ക്കാം. ഭഗവാന്റെ മഹിമ അളന്നെടുക്കാനോ തിട്ടപ്പെടുത്താനോ ആരാലും സാധ്യമല്ല. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭൂമിയിലുള്ള മണൽത്തരികൾ എണ്ണിക്കൂട്ടാം, വ്യോമനി ആകാശത്ത് നക്ഷത്രങ്ങൾ തമ്മിൽ അതുപോലെ തൂമയോട് എണ്ണിക്കൂട്ടാം. നിൻ മഹാമഹിമതൻ പ്രാമാണ്യങ്ങളെ ഗണിക്കാവതല്ലാരാലുമേ. യാതൊരു പുമാൻ ഭക്തിയാ മാനസവശകർമ്മണ്യോദയാദികൾ കൊണ്ട് നിന്നെ പൂജിച്ചു നിത്യം ജീവിക്കുന്നതും അവൻ ചെയ്തതൊക്കെയും ഭവാൻ ആവർമോദത്തോട് അനുഭവിച്ചു നൽകിയിടുന്ന കാരുണ്യം വശവർത്തിയായിരിപ്പ് അവൻ ഒരു കൂറുണ്ടോ മുക്തിപദം തന്നിലെന്നല്ലോ കേൾപ്പൂ. അതായത് ഏതൊരു മനുഷ്യനായാലും ഇത് നമുക്ക് ഭഗവാന്റെ മഹിമയൊന്നും അറിയാൻ പറ്റത്തില്ല. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മനുഷ്യൻ ഭക്തി കൊണ്ട് വാക്കുകൊണ്ടും കർമ്മം, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഉള്ള കർമ്മണ്യോദയാദികൾ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം, വാക്കുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാം, കർമ്മങ്ങൾ ചെയ്താൽ പൂജ അർച്ചിക്കാം, പുഷ്പം കൊണ്ട് അർച്ചിക്കാം, എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യാം ഭഗവാന് വേണ്ടി. ഇതൊക്കെ നമ്മൾ ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്യാം. അങ്ങനെ നമ്മൾ പൂജിക്കാം ഭഗവാനെ നിത്യവും. അങ്ങനെ ഒരു ഭക്തൻ ചെയ്യുമ്പോൾ അങ്ങനെ ജീവിക്കുന്നു. അവൻ ചെയ്തൊക്കെയും നമ്മൾ എന്താ ഒരു ഭക്തൻ ചെയ്യുന്നത്? നിത്യവും ഭഗവാനെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും പൂജിച്ചാൽ ദിവസേന അങ്ങനെ ചെയ്യുന്ന ഒരു ഭക്തനെ ഭഗവാൻ ആവർമോദത്തോടെ അനുഭവിച്ച് നൽകിയിടുന്ന കാരുണ്യം വശവർത്തിയായിരിപ്പ് അവനൊരു കൂറുണ്ട് മുക്തി പദം തന്നില്ലെന്നല്ലോ കേൾപ്പു. അങ്ങനൊരു ഭക്തന് ഇങ്ങനെ കൊടുക്കും ഭഗവാൻ. മനസ്സും വാക്കും കർമ്മവും കൊണ്ട് ഭഗവാനെ ഭജിച്ചാൽ, ഒരു ഭക്തൻ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തോടെ ഭഗവാനെ ഭജിച്ചാൽ ആ ഭക്തന് വേണ്ടുന്ന കാര്യങ്ങൾ കാരുണ്യം ഭഗവാൻ കൊടുക്കും. അത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി മക്കളെ. ഭഗവാന്റെ മഹിമ അറിയാൻ ആരാലും സാധ്യമല്ല. നമുക്ക് ഒന്നേ വേണ്ടു, ഭഗവാനോട് ഭക്തി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കൂറ്, ഭഗവാന്റെ ഒരു സ്നേഹം, ഒരു കൂറ് ഭക്തനോട് കാണിക്കും. എന്താണ്? മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയോടെ കൂടി, കളങ്കമില്ലാത്ത ഹൃദയത്തോടു കൂടി ഭഗവാനെ അങ്ങനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും മനസ്സുകൊണ്ട് ധ്യാനിക്കുകയൊക്കെ ചെയ്താൽ ഭഗവാൻ നമുക്കുള്ളൊരു സ്നേഹം, ഒരു കൂറ് നമ്മളോട് കാണിക്കും. എന്ത് കാണിക്കും? കാരുണ്യ വശവർത്തിയായിരിക്കും. ഭഗവാൻ നമ്മളോട് കാരുണ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് വരും?
കാരുണ്യം വശവർത്തിയായിരിപ്പ് അവനൊരു കൂറുണ്ടു മുക്തി പദം തന്നിലെന്നല്ലോ കേൾപ്പു. ഞാനീതും അറിയുന്നോനല്ല എൻ്റെ ഭഗവാനേ ദീനകാരുണ്യാംബുധേ മായയാൽ എന്നെ ഭവാൻ മോഹിപ്പിക്കരുത്. നിന്നാഭി പങ്കജത്തിൽ നിന്നാഹന്ത ജനിച്ചൊരു സൂനു ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങളെ ക്ഷമിച്ച് വഴിപോലെ കൈതവമൊഴിഞ്ഞ് കാത്തരുളണമേ നിത്യം. അതായത് ബ്രഹ്മാവ് പറയുന്നു, ഇങ്ങനെയെല്ലാം നമ്മൾക്ക് ഇതുപോലെ നമുക്ക് ഭഗവാന്റെ ഒരു സ്നേഹം, ഒരു കൂറ് നമുക്ക് ഈശ്വരൻ തരും. നമുക്ക് നമ്മുടെ ഹൃദയം അത്രമാത്രം നിഷ്കളങ്കത്തോടുകൂടി ഭഗവാനെ ഭജിക്കുക, സ്നേഹിക്കുക. ഭഗവാന്റെ കർമ്മങ്ങൾ, കാരണം പൂജ നിത്യവും പൂജിക്കുകയോ അല്ലെങ്കിൽ നാമം ചൊല്ലി ഭജിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്താൽ ഭഗവാന്റെ കാരുണ്യം ഒരു ഭക്തനിലേക്ക് വരും, ശുദ്ധഹൃദയമുള്ളൊരു ഭക്തനിലേക്ക് വരും. അല്ലാതെ യാതൊന്നും നടക്കത്തില്ല. ഇവിടെ പറയുന്നു, അങ്ങനെയുള്ള ഞാനേതും അറിയുന്നോനല്ല, ഒന്നും എനിക്കറിയാൻ വയ്യ എൻ്റെ ഭഗവാനേ. ബ്രഹ്മാവാണ് പറയുന്നത്, ഞാനേതും അറിയുന്നവനല്ല എൻ്റെ ഭഗവാനേ ദീനകാരുണ്യാമുധേ മായയാൽ എന്നെ, ഈ മായ ഭഗവാന്റെ മായയാണിത്. കാരണം ഇവിടെ അഹങ്കാരം വന്നു പോയത് മായ കൊണ്ടാണ്. ഞാനും എൻ്റെ നാരായണനുള്ള പിതാവും തുല്യക്കാരനാണ്, പിതാവിനേക്കാളും വലിയവനാണ്, ഞാൻ സൃഷ്ടികർത്താവാണ്, എന്നെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്, ഞാൻ വിധാതാവാണെന്നൊക്കെ ചിന്തിച്ച് അങ്ങനൊരു വലിപ്പനായി. അതെന്താ മായ? അഹങ്കാരം വരുന്നതെല്ലാം നമ്മുടെ മായ ചുറ്റിപ്പറ്റി കിടക്കുന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഞാനേതും അറിയുന്നവനല്ല എൻ്റെ ഭഗവാനെ ദീനകാരുണ്യാംബുധേ. എന്താ പറയുന്നത്? ദീനകാരുണ്യാംബുധേ മായയാൽ എന്നെ ഭവാൻ മോഹിപ്പിക്കരുത്. എനിക്ക് എന്നെ ഭഗവാന്റെ മായ കൊണ്ട് എന്നെ മോഹിപ്പിക്കരുതേ. നിൻ നാഭി പങ്കജത്തിൽ നിന്ന് ആഹന്ത, ഞാൻ അങ്ങയുടെ നാഭിയിൽ നിന്ന് ജനിച്ചതാണ്. അങ്ങനെ ഒരു സൂനു, അങ്ങനെ ഒരു കുട്ടി, ഒരു മകനാണ് ഞാൻ. അതുകൊണ്ട് അറിയാതെ ചെയ്ത അപരാധങ്ങൾ ക്ഷമിക്കണമേ. വഴിപോലെ കൈതവും ഒഴിഞ്ഞ് എൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളെല്ലാം കളഞ്ഞ് കാത്തരണമേ എൻ്റെ നിത്യമെന്ന് നമ്മളും പറയണം. നമുക്ക് അഹങ്കാരമുണ്ടോ ഇല്ലയോ? നമുക്കൊക്കെ എന്തെങ്കിലും അല്പാൽപ്പമൊക്കെ കാണും. കാരണം പ്രകൃതി അങ്ങനെയാണല്ലോ. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ് നോക്കിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ മായ കയറി പിടിക്കും. ഒരുത്തനെന്ന് പറയാം, അവിടെ ഒന്നെ തിരിഞ്ഞു നിന്ന് രണ്ട് പറയും. ഇതൊക്കെയാണ് മായ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ആയി പോകരുത്. അതുകൊണ്ട് പറയണം, ഭഗവാനേ അങ്ങയുടെ മായ എന്നെ പിടിപ്പെടത്തില്ലേ, അത് ഒഴിഞ്ഞു പോകാൻ എന്നെ അനുവദിക്കണമേ. എന്നെ ഭഗവാന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും ചിന്തിക്കുന്ന എല്ലാം ഭഗവാന്റെ പൂജകളാകണമേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഭഗവാന്റെ ഒരു കൂറ് നമുക്ക് കിട്ടും, ഒരു സ്നേഹം. അപ്പോൾ എന്ത് വരും? അതുകൊണ്ട് കാരുണ്യം ഉണ്ടാകും. അല്ലാതെ ഭഗവാന്റെ മഹിമ അളക്കാൻ ബ്രഹ്മാവിൻ്റെ അളക്ക് തുടങ്ങരുത്. ബ്രഹ്മാവ് ഭഗവാന്റെ മഹിമ അളന്നതുകൊണ്ടാണ് ഓടേണ്ടി വന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇത്രയും വ്യക്തമായി ഒന്ന് പറഞ്ഞു തരണമെന്ന് വിചാരിച്ച് തോനെ വായിക്കാൻ പറ്റുകയില്ല. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാസ്. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കതും മനസ്സിലാകത്തില്ല. അനുഭവം ഉള്ളവർക്ക് മാത്രം കുറച്ചൊക്കെ മനസ്സിലാവും, അത്രയേ ഉള്ളൂ. അതും അങ്ങനെ വലിയ പാടായത്. ഞാൻ പിന്നെ എങ്ങനെയൊക്കെ അങ്ങ് തത്തിപ്പൊത്തിയൊക്കെ എടുത്തെന്ന് പറഞ്ഞാൽ മതി മക്കളെ. അല്ലാതെ ചിലപ്പം തെറ്റാവാം. കാരണം എൻ്റെ അനുഭവം വെച്ച് ഞാനിങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ചിലപ്പം എനിക്കത് ശരിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഞാനത് പറയത്തില്ലല്ലോ. എൻ്റെ മനസ്സിൻ്റെ അത് ഇഷ്ടം ശരിയാണെന്നാണ്. പക്ഷേ അത് വളരെ വളരെ ചിന്തിച്ചെങ്കിലേ പറയാനും പറ്റൂ. കാരണം ഓരോ വാക്കുകൾക്ക് തന്നെ വലിയ പാടാണ്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.